പറഞ്ഞു നിർത്തിയത് അർജുന വിഷാദയോഗം കഴിഞ്ഞു അല്ലെ? അർജുന വിഷാദയോഗം ആ അധ്യായം കഴിഞ്ഞു. ആദ്യത്തെ അധ്യായമാണ് അർജുന വിഷാദയോഗം. അപ്പൊ അവസാനം അർജുനൻ തനിക്ക് പറയാനുള്ള യുദ്ധം ചെയ്യുന്നില്ല എന്ന് തീരുമാനം പറഞ്ഞു. അർജുനൻ അല്ലെ, തന്റെ തീരുമാനം പറഞ്ഞു. അത് യുദ്ധം ചെയ്യാതിരിക്കാൻ എന്താണ് കാരണം, യുദ്ധം ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുക്കാൻ എന്താണ് കാരണം, അതിനെക്കുറിച്ചൊക്കെ ഭഗവാനോട് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. അർജുനൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അമ്പും വില്ലെല്ലാം താഴെ വെച്ചു. എന്നിട്ട് തേർത്തടത്തില് ദുഃഖിതനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അല്ല. ഇപ്പോ ഒന്നാമത്തെ അധ്യായത്തില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അല്ല. ഇപ്പൊ ജനനവും മരണവും എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ കർമ്മവാസനകളാണ്. നമ്മളുടെ ഉള്ളിലുള്ള കുറെ ജന്മങ്ങളായിട്ട് നമ്മളുടെ ഉള്ളില് അടിഞ്ഞുകൂടിയിട്ടുള്ള ഇംപ്രഷൻസ്, വാസനകളാണ് ജനനത്തിനും മരണത്തിനും ഒക്കെ കാരണം. അതാണ് കർമ്മവാസനകളാണ്. അപ്പൊ ഈ വാസനകള് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ശുഭവാസനകൾ എന്ന് പറയും, പിന്നൊന്ന് അശുഭവാസനകള്. ഇത് നമ്മള് യോഗവാസിഷ്ടത്തിൽ കേട്ടിട്ടുണ്ട് അല്ല. യോഗവാസിഷ്ടം കേട്ടുള്ള ഒരു ഓർമ്മ ഉണ്ടാവും. രണ്ടു തരത്തിലുള്ള വാസനകള്, നല്ല വാസനകളുണ്ട്, ചീത്ത വാസനകളുണ്ട്. നല്ല വാസനകൾ എന്ന് പറഞ്ഞാൽ ശുഭവാസനകള് നമ്മൾക്ക് ജീവിതത്തില് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ്. ശുഭവാസനകൾ നമ്മളെ നല്ല സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾക്ക് മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ് ശുഭവാസനകള്. അശുഭവാസനകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ഉണ്ടാക്കി, വീണ്ടും കർമ്മവാസനകൾ ഉണ്ടായി അധപ്പതനത്തിന്, വീണ്ടും ഈ ഒരു സംസാര ചക്രത്തില് പെട്ടുപോകാൻ അവസരം ഒരുക്കുന്നതാണ് അശുഭവാസനകള്. അപ്പൊ ഇതില് ഭഗവത്ഗീതയിൽ പറഞ്ഞ എന്താണ്? ശുഭവാസനകള് രണ്ടുമുണ്ട് എല്ലാവരിലും ഓരോ വ്യക്തിയിലും നല്ല ചിന്തകളുണ്ട്, ചീത്ത ചിന്തകളുണ്ട് അല്ല, ശരിയല്ലേ? ശുഭവാസനകളുണ്ട്, അശുഭവാസനകളുണ്ട്. പക്ഷെ ചിലരില് ശുഭവാസനകൾ കൂടിയിരിക്കും, അശുഭവാസനകൾ കുറഞ്ഞിരിക്കും. പക്ഷെ ചിലരിൽ നേരെ തിരിച്ച് അശുഭവാസനകൾ കൂടിയിരിക്കും, നല്ല വാസനകൾ കുറഞ്ഞിരിക്കും. ഇതിനനുസരിച്ചാണ് ഇപ്പൊ ശുഭവാസനകൾ കൂടുതലുള്ളവര് അവര് ദേവവർഗം. ശുഭവാസനകൾ എന്ന് പറഞ്ഞാൽ ദൈവീ സമ്പത്ത്, ഇതിൽ പറഞ്ഞത് ദൈവീ സമ്പത്താണ്. അപ്പൊ ഈ ദൈവീ സമ്പത്ത്, ശുഭവാസനകള്, പോസിറ്റീവ് അല്ലെ ചിന്തയിൽ അത് കൂടുതലുള്ളവര് ദേവവർഗം എന്ന് പറയാം. ഇനി ആ നെഗറ്റീവ് ആയിട്ടുള്ള വാസനകളാണ്, അശുഭവാസനകളാണ് കൂടുതലുള്ളവരോ, അവര് അസുരവർഗം എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്നാണ് പറയുന്നത്. അപ്പോ ഈ എന്താണ് അശുഭവാസനകൾ കൂടുതലുള്ളവര് അല്ലെങ്കിൽ അസുരവർഗത്തിലുള്ളവര് അവരുടെ ആ എന്താണ് ചീത്തവാസനകളെ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും സത്യത്തിലേക്ക് വരാൻ സാധിക്കില്ല. സത്യത്തിലേക്ക് വരാനുള്ള വഴി തെളിഞ്ഞു കിട്ടില്ല അവർക്ക് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല അവര് ഈ ജനിക്കുക മരിക്കുക ആ ഒരു ചക്രത്തിൽ ഇങ്ങനെ പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നരകാനുഭവം ഉണ്ടാവും, അവർക്ക് നരകാനുഭവത്തിലേക്ക് വീഴേണ്ടി വരും. അവർക്ക് താഴ്ചയിലേക്കാണ് അവർ പോവുക എന്നാണ് അതിൽ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള അശുഭവാസനകളെ വളർത്തി വീണ്ടും വീണ്ടും താഴേക്ക് പതിക്കുന്ന ആളുകളുടെ, അങ്ങനെയുള്ള അസുരവർഗത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ദുര്യോധനൻ എന്ന് പറയാം അല്ലെ. ദുര്യോധനൻ വീണ്ടും വീണ്ടും അശുഭവാസനകൾ വളർത്തി അതിനനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക്, പാണ്ഡവന്മാർക്ക് ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ താഴേക്ക് പതിക്കുന്ന അസുരവർഗത്തിന്റെ ഒരു പ്രതിനിധിയാണ് ദുര്യോധനൻ എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് പറയുന്നത്. അപ്പോ ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ച് സത്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് മോക്ഷമാർഗം അന്വേഷിക്കുന്ന ഒരാളെ കുറിച്ച് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരുടെ ഉള്ളിൽ അശുഭവാസനകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, സത്യം അന്വേഷിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഈ അശുഭവാസനകളെ അകറ്റണം, കുറയ്ക്കണം എന്നാണ്. എങ്ങനെ കുറയ്ക്കണം? പൗരുഷം കൊണ്ട് അകറ്റണം എന്നാണ് പറയുന്നത്. എന്താണ് ഈ പൗരുഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിനാണ് ധൈര്യം വേണ്ടത് ശരിക്കും. പൗരുഷം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെന്നുള്ള അർത്ഥത്തിലല്ല, ആർക്കും ആവാം പൗരുഷം അല്ലെ. ഇവിടെ പൗരുഷം എന്ന് പറഞ്ഞാൽ ധൈര്യം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും നമ്മൾക്ക് പുറമേയുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല ധൈര്യം വേണ്ടത്, നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ധൈര്യം വേണ്ടത് അല്ല. നമ്മളുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് ടെൻഡൻസീസ് ഉണ്ടാവും, അശുഭവാസനകൾ, അശുഭ ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ്, ഇതൊക്കെ ഉണ്ടാവും. ഇതിനെ നീക്കം ചെയ്യാനാണ് ധൈര്യം വേണ്ടത് എന്നാണ് പറയുന്നത്. അത് നമുക്ക് പലപ്പോഴും പറ്റാറില്ല അല്ലെ. നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ അശുഭവാസനകളെയാണ് നമ്മൾ അകറ്റിയിട്ട് ശുഭവാസനകളെ വളർത്തണം. ഇതാണ്
ഒരു സത്യമാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാൾ ചെയ്യേണ്ടത് ആദ്യം വേണ്ടത് ഇതാണ് എന്നാണ്. അശുഭവാസനകളൊക്കെ നീക്കം ചെയ്യുക, എന്നിട്ട് നല്ല ചിന്തകൾ, നല്ല വാസനകളെ വളർത്തിക്കൊണ്ടുവരിക. കേൾക്കുന്നുണ്ടോ എല്ലാവരും? യെസ്, അതാണ് നേരായ മാർഗം എന്ന് പറയുന്നത്. നല്ല വാസന, നല്ല ചിന്തകൾ വളർത്തിക്കൊണ്ടുവരണം. അപ്പോ അങ്ങനെയുള്ള നല്ല ചിന്തകള്, ശുഭവാസനകൾ വളർത്തിയിട്ടുള്ള അങ്ങനെയുള്ളവരുടെ ദേവവർഗം, അവരെല്ലാം ആൾറെഡി ശുഭവാസനകളാണ് അധികരിച്ചു നിൽക്കുന്നത്. അപ്പൊ ആ ഉള്ള അശുഭവാസനകളെ കൂടി നീക്കം ചെയ്ത് ശുഭവാസനകളെ വളർത്തുകയാണ് വേണ്ടത്. അതാണ് ഒരു സത്യാന്വേഷി ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നല്ല വാസനകളെ, ശുഭവാസനകളെ വളർത്തിയിട്ടുള്ള അവരെയാണ് ദേവവർഗം എന്ന് പറയുക. അതിന്റെ പ്രതിനിധിയാണ് അർജുനൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ ശുഭവാസനകളാണ് വളർന്നു നിൽക്കുന്നതെങ്കിലും സത്യം എന്താണെന്ന് ബുദ്ധിയുടെ തലത്തിലെങ്കിലും ഒരു ബോധം നമ്മൾക്ക് വേണം എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സത്യം എന്ന് പറഞ്ഞാല് അതിനെക്കുറിച്ച് എന്താണ് അതിന്റെ ഒരു അറിവ്, പുറമേക്കുള്ള ഒരു അറിവെങ്കിലും ഉള്ളിലില്ലെങ്കിൽ, നമ്മൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഈ തന്റെ കർമ്മമാർഗം തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങള് ദൈവീ സമ്പത്തുള്ള ആളുകൾക്ക് പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നാണ് പറയുന്നത്. വിഷാദം വന്നു ചേരുന്നതാണ് അവര്. അല്ലെ, അർജുനന്റെ അവസ്ഥ ഏതാണ്? കാരണം അർജുനന് സത്യം എന്താണെന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അർജുനൻ ദൈവീ സമ്പത്ത് ഉയർന്ന ആളാണ്, ദൈവീ സമ്പത്ത് ദേവവർഗത്തിന്റെ ആളാണ് യഥാർത്ഥം. പക്ഷെ എന്നാലും അർജുനന് വിഷമിക്കേണ്ടി വന്നു. കാരണം സത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധമില്ലാത്തത് കൊണ്ട്. അപ്പോ അർജുനന്റെ ദുഃഖം, വിഷാദം എന്ന് പറയുന്ന അറിവില്ലായ്മയുടെ ഫലമാണ്, അറിവില്ലായ്മയുടെ ദുഃഖമാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ ദൈവീ സമ്പത്തുള്ള ആളുകൾ എന്താ ചെയ്യുക? ഒരു ഗുരുവിനെ സമീപിക്കും, ഗുരുവിനെ കണ്ടെത്തും, അല്ലെ? അല്ലെങ്കിൽ സത്യം അറിയാവുന്ന ആളുകളെ സമീപിക്കും, എന്നിട്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇനി അതിന് സാധിച്ചില്ലെങ്കിലോ, സത്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ദൈവീ സമ്പത്തുള്ള ആളുകൾക്കും അവരുടെ കർമ്മത്തില് വഴിതെറ്റാ, രണ്ട് രീതിയിൽ വഴിതെറ്റും എന്നാണ് പറയുന്നത്. അവർക്ക് എങ്ങനെയാണ് അവർക്ക് വഴിതെറ്റുക? ഒന്ന്, ആലസ്യം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തോന്നില്ല, ആലസ്യം ബാധിക്കും. പിന്നെ രണ്ടാമത്തത്, ആലസ്യം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അകർമ്മണ്യത എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യണില്ല. അതാണ് ഇപ്പൊ അർജുനൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ യുദ്ധം ചെയ്യില്ല. അപ്പോ അർജുനനില് ദൈവീ സമ്പത്ത് വളർന്ന് ശുഭവാസനകൾ വളർന്നിരിക്കുന്ന ആളാണ്. പക്ഷെ സത്യം എന്താണെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടില്ല. അപ്പൊ സത്യം എന്താണെന്ന് ബോധ്യം വന്നിട്ടില്ല, പിന്നെ സത്യം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ അവസരവും കിട്ടിയില്ല ഇതുവരെ. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ രണ്ട് രീതിയിലാണ് വഴിതെറ്റ്. ഒന്ന്, അലസത ബാധിക്കുക, അല്ലെങ്കിൽ അകർമ്മണ്യത. അപ്പൊ ഇവിടെ അർജുനൻ സംഭവിച്ചത് ഈ രണ്ടാമത്തതാണ്. ഞാൻ യുദ്ധം ചെയ്യില്ല, അല്ലെ, എനിക്ക് ചെയ്യാനുള്ള കർമ്മം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് അമ്പും വില്ലും ഒക്കെ ഉപേക്ഷിച്ച് തേർത്തട്ടിലിരിഞ്ഞു അർജുനൻ ഇരിക്കുകയാണ് അവിടെ ചെയ്തത്. അതിന് കാരണം ഇതാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒന്ന് ഇതാണ്, ഒരു മാർഗം ഇത്, ആലസ്യം ബാധിക്കും, ഞാൻ ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിരിക്കും. ഇതൊരു വഴിതെറ്റലാണ്, ഇതൊരു തെറ്റായ മാർഗമാണ് ശരിക്കും. ഇനി രണ്ടാമത്തെ തെറ്റായ മാർഗം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ കർമ്മം ചെയ്യാതെ മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുക, പരധർമ്മം, അത് അംഗീകരിക്കുക. തന്റെ ധർമ്മം എന്താണെന്നുള്ളത് ചെയ്യുന്നില്ല. തന്റെ ധർമ്മം ഇവിടെ യുദ്ധം ചെയ്യലാണ്, അത് ചെയ്യുന്നില്ല. എന്നിട്ടോ തന്നെ കൊണ്ട് കഴിയാത്ത മറ്റുള്ളവരുടെ ധർമ്മം അംഗീകരിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവാന്ന് തീരുമാനിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അനുവദിച്ചിട്ടില്ല, നമ്മളുടെ ധർമ്മം ചെയ്യാനേ നമുക്ക് കഴിവുണ്ടാവുള്ളൂ. എല്ലാവർക്കും അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണോ കഴിവുള്ളത് അതാണ് നമ്മുടെ ധർമ്മം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതല്ലാതെ മറ്റുള്ളവരുടെ ധർമ്മം, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാവില്ല ചിലപ്പോ. അപ്പൊ എന്ത് സംഭവിക്കുക? നമ്മൾക്ക് ഉയർച്ച ഉണ്ടാവില്ല, നമ്മൾ താഴേക്കാണ് പോവുക. അപ്പൊ അർജുനൻ നേരത്തെ പറഞ്ഞു, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുകയെന്നൊക്കെ പറഞ്ഞു, അല്ലെ? ഞാൻ എല്ലാം ത്യജിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അർജുനന് സന്യാസധർമ്മം പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പരധർമ്മമാണ്. അപ്പൊ അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അർജുനന് അധപ്പതനായിരിക്കും, താഴേക്ക് പോകേണ്ടി വരുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ സത്യം എന്താണെന്നുള്ള ബോധമില്ല. അതിന്റെ ഫലമായിട്ട് ഞാൻ പ്രവൃത്തി ചെയ്യുന്നില്ല, എന്റെ കർമ്മം ചയം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പിന്നെ മറ്റുള്ളവരുടെ ധർമ്മം സ്വീകരിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ ആളുകൾക്ക് ഉയർച്ച ഉണ്ടാവുന്നതിന് പകരം താഴ്ചയാണ് വരിക.
അപ്പോ പലപ്പോഴും അല്ലെ നമ്മളിലും ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെ നമ്മൾ ചിലപ്പോ കണ്ടിട്ട് ഏതാ ഒരു സിനിമയിൽ ഏതാണ് ശ്രീനിവാസൻ സന്യസിക്കാൻ പോയില്ലേ, അതേമാതിരിയോ അത് പരധർമ്മമാണ്. ശ്രീനിവാസൻ ആ സിനിമ എന്നെ ഓർമ്മിച്ച ചിന്താവിഷ്ടയായ ശ്യാമള അല്ല, അതില് ശ്രീനിവാസന്റെ സ്വധർമ്മം എന്താണ്? സ്വധർമ്മം അധ്യാപകനാണ് അദ്ദേഹം, അല്ലെ? സ്കൂളിൽ പോവുക, ക്ലാസ് എടുക്കുക, കുടുംബം നോക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സ്വധർമ്മം തൽക്കാലത്തേക്ക്. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം പരധർമ്മം സ്വീകരിച്ചു. എന്താണ്? സന്യാസം. അത് തനിക്ക് വിധിച്ചിട്ടുള്ളതല്ല. അത് സ്വീകരിച്ചപ്പോ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് അതില് കൂടുതൽ ദുഃഖമാണ് അനുഭവിക്കേണ്ടി വന്നത്, അല്ലെ? അതിലൊട്ടും അദ്ദേഹത്തിന് ഉയരാൻ സാധിച്ചില്ല. അപ്പൊ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. തനിക്ക് ചെയ്യാനുള്ളത് തനിക്ക് ചെയ്തു വെക്കില്ല, എന്നിട്ട് മറ്റുള്ളതിന്റെ പിന്നാലെ ഓടി നടക്കും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ നമ്മളുടെ ധർമ്മം എന്താണ് അത് നമ്മൾ കണ്ടെത്തുക. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അത് കണ്ടെത്തുക. അത് 100% മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ അർജുനനെ മാറി വിഷമം അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതിന്റെ കൂടെ ആ സത്യം എന്താണെന്നുള്ളൊരു ഒരു ഒരു അറിവും കൂടി നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം, ലക്ഷ്യത്തിലേക്ക് എത്താം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോ ഇതിന് അപ്പൊ പലപ്പോഴും ഇങ്ങനെ ആളുകള് അവർക്കുണ്ടാവുന്ന അധപ്പതനം അതിന് കാരണം വേദാന്തമാണ് എന്നൊക്കെ ചിലര് പറയാറുണ്ട്, അല്ല? ഈ ഒരു ആത്മീയത, ഈ ഒരു വേദാന്തമാണ് അവരെ നശിപ്പിച്ചത് എന്നൊക്കെ പലരും പറയാറുണ്ട്. അത് അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത് സത്യം എന്താണ്, പരമാർത്ഥം എന്താണ് എന്ന് ഉപദേശിക്കലാണ് എന്നാണ്. അങ്ങനെ സത്യം എന്താണെന്ന് ഉപദേശിച്ച് ഓരോരുത്തർക്കും അവരവരുടെ എന്താണ് ഗുണങ്ങൾക്കും കർമ്മത്തിനനുസരിച്ചാണ് സ്വധർമ്മം ഉണ്ടാവുക. അപ്പൊ സത്യം എന്താണെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ സത്യബോധം ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ അവനവന്റെ ഗുണത്തിനും കർമ്മത്തിനനുസരിച്ച് സ്വധർമ്മത്തില് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അത് ഉപദേശിക്കലാണ് പ്രധാനം എന്നാണ് പറയുന്നത്. വസ്തുബോധം ഉപദേശിക്കണം. അങ്ങനെയാവുമ്പോ വസ്തുബോധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനവന്റെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് സ്വന്തം ധർമ്മത്തിൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അല്ലാണ്ട് പണിയെടുക്കുന്നത് നിർത്താൻ പറയലല്ല. അപ്പൊ ഇവിടെ തുടർന്ന് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ കൃഷ്ണൻ ചെയ്യുന്നത് അതാണ്. അർജുനൻ ആദ്യം സത്യം ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്താണ് സത്യം? അതാണ് 2ാമത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. സാഖ്യയോഗത്തില് ആ സത്യം എന്താണെന്നുള്ള ആദ്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെ? അതിനുശേഷം പിന്നെ അർജുനനോട് തന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാനായിട്ടാണ് പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പൊ അതെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സത്യം എന്താന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ, വസ്തു എന്നാണ് അതിന് പറയുക, വസ്തുബോധം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ എന്താ സംഭവിക്കുക? മനസ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടും, മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ ചിത്തം ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സാക്ഷാത്കാരത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ സത്യസാക്ഷാത്കാരത്തിന് ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവത്ഗീത തന്നെ പറയാം. നമ്മളിപ്പോ എന്താണ് നമ്മളുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. കേൾക്കുന്നുണ്ടോ എല്ലാവരും? യെസ്. അപ്പൊ ഇനി ശ്രീനിവാസൻ ചെയ്ത പോലെ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ ആരും മെനക്കെടണ്ട. അതുകൊണ്ട് ഒന്നും നടക്കില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സത്യം എന്താന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. യെസ്. അപ്പോ ഗീത പറയുന്നതാണ് ചൂടാലൊക്കെ അങ്ങനെയാണോ, അല്ലെ? നമ്മള് യോഗവാസിഷ്ടത്തില് ചൂടാല, അതുപോലെ ജനമഹാരാജാവ്, ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. അവരൊക്കെ അവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ ജ്ഞാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ആ മാർഗം ആർക്കും പിന്തുടരാവുന്നതാണ്. അല്ലാതെ എടുത്തു ചാടി എല്ലാം അങ്ങോട്ട് ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി 2ാമത്തെ അധ്യായത്തിലേക്ക്, സാഖ്യയോഗത്തിലേക്ക് വരികയാണ്. അപ്പൊ അർജുനൻ 1ാമത്തെ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു, അർജുനൻ അമ്പും വില്ലെല്ലാം ഉപേക്ഷിച്ച് തേർത്തട്ടിൽ അദ്ദേഹം ഇരുന്നു. ഇനി അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് തുടർന്ന് അർജുനൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് ധൃതരാഷ്ട്രക്ക്. അടുത്ത ശ്ലോകം ചൊല്ലിക്കോളൂ. സാഖ്യയോഗത്തില് 1ാമത്. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത അഥ 2ാധ്യായഃ. സഞ്ജയ ഉവാച തം തദാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം
വിഷീദന്തമിദോ വാക്യം ഉവാച മധുസൂദനഃ. അതില് സാഖ്യയോഗത്തില് ഒന്നാമത്തെ ശ്ലോകം അല്ലെ. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. മധുസൂദനൻ കൃഷ്ണൻ തഥാ കൃപയാവിഷ്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രകാരം കാരുണ്യം കൊണ്ട് നിറഞ്ഞവനായ അർജുനന് കാരുണ്യമാണ് അദ്ദേഹത്തിന് വിഷാദത്തിലേക്ക് നയിച്ചത്. കാരുണ്യം കൊണ്ട് നിറഞ്ഞവന അശ്രുപൂർണാകുലേക്ഷണം, അശ്രു കണ്ണുനീര് നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടിയവനും വിഷീദന്തം തം വിഷാദിക്കുന്നവനുമായ അർജുനനോട് ഇതം വാക്യം ഉപാച എന്ന് പറഞ്ഞാൽ ഈ വിധം വാക്യം പറഞ്ഞു എന്നാണ്. ഈ വിധത്തിലുള്ള വാക്യം പറഞ്ഞു. അപ്പൊ കൃഷ്ണനാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാം. അപ്പൊ ഇപ്രകാരം ഇതുപോലെ കാരുണ്യം കൊണ്ട് നിറഞ്ഞവനും കണ്ണുനീർ നിറഞ്ഞ അശ്രു നിറഞ്ഞ കലങ്ങിയ കണ്ണുകളോടുകൂടിയവനും വിഷാദി ഉള്ളവനുമായ അർജുനനോട് കൃഷ്ണൻ ഈ വിധത്തിലുള്ള വാക്യം പറഞ്ഞു എന്ന് പറയണം. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, കാരുണ്യം, കമ്പാഷൻ എന്ന് പറയുന്ന ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ്, ദൈവീ സമ്പത്താണ് കാരുണ്യം എന്ന് പറയുന്നത്. അതൊരു ശുഭവാസനയാണ് കാരുണ്യം. പക്ഷേ അതിന്റെ കൂടെയാണ് കണ്ണുനീരും വിഷാദമൊക്കെ വന്നത്. ശരിയല്ല? അപ്പൊ എന്തുകൊണ്ടാണ് കണ്ണുനീരും വിഷാദവും വരാനുള്ള കാരണം എന്താണ്? സത്യം എന്താണെന്ന് അറിയില്ല, സത്യത്തിനെ കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ കണ്ണുനീരും വിഷാദവും ഒക്കെ അറിവില്ലായ്മയുടെ ഫലമാണ്. അറിവില്ലായ്മ കൊണ്ടാണ് കണ്ണുനീര് നമുക്ക് കരയേണ്ടി വരുന്നത്. ഇവിടെ സന്തോഷം കൊണ്ടല്ല അർജുനൻ കരഞ്ഞത്, ദുഃഖം കൊണ്ടാണ്, വിഷാദം കൊണ്ടാണ് അർജുനൻ കരഞ്ഞത്. അപ്പൊ ഇവിടെ കാരുണ്യമുണ്ട്, ദൈവീ സമ്പത്തുണ്ട്. പക്ഷേ ജ്ഞാനമില്ലാത്തത് കൊണ്ട് വിഷാദം വന്നു, കരയാൻ തുടങ്ങി, കണ്ണുനീര് വന്നു എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടാവും. അപ്പൊ കാരുണ്യമുള്ളതുകൊണ്ട് മാത്രം വരെ ജ്ഞാനവും വേണം അതിന്റെ കൂടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ജ്ഞാനമില്ലാത്തതുകൊണ്ട് അർജുനന് കരയാണ്, വിഷാദം അനുഭവിക്കേണ്ടി വന്നു. കാരണം സത്യം എന്താന്നുള്ള ഇനിയും ബോധം വന്നിട്ടില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? സത്യം എന്താണെന്നുള്ള ഉപദേശം സ്വീകരിക്കാൻ ഉള്ള യോഗ്യത നേടിയിട്ടുണ്ട് അർജുനൻ എന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഉള്ളിൽ പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട് അല്ലെ, ശുഭവാസനകളൊക്കെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ സത്യം അറിയില്ല. അതുകൊണ്ടാണ് ഈ ദുഃഖം, വിഷമമൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് സത്യം ഉപദേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ കണ്ണുനീരും വിഷമമൊക്കെ അദ്ദേഹത്തിന് മാറും, അദ്ദേഹത്തിന് സ്വധർമ്മം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും എന്നാണ്. അപ്പോ ഭഗവാൻ ഈ അടുത്ത 2 ശ്ലോകങ്ങളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അർജുനനെ ബാധിച്ചിട്ടുള്ള ഈ ഒരു ദുഃഖം, ഈ ഒരു വിഷാദം, അതുപോലെ ആലസ്യം ബാധിച്ചിട്ടാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ ദുഃഖവും ആലസ്യവും ഒക്കെ നീക്കി അർജുനന്റെ ഉള്ളില് ധൈര്യം, വീര്യം നിറക്കണം, എനർജി കൊടുക്കണം. അർജുനെ ഒന്ന് എനർജൈസ് ചെയ്യണം, അർജുനെ ഒന്ന് റീചാർജ് ചെയ്യാണ് വേണ്ടത് ഇപ്പോ, അല്ലെ? അപ്പൊ അർജുനനെ അങ്ങനെ അർജുനന്റെ ഉള്ളിൽ ആ വീര്യം നിറയ്ക്കാനാണ് ഭഗവാൻ അടുത്ത 2 ശ്ലോകങ്ങളിൽ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഈ അധ്യായത്തിൽ സാഖ്യയോഗത്തില് അർജുനൻ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ്, പരമാർത്ഥം എന്താണെന്ന് അർജുനന് ഉപദേശിക്കുകയാണ്. അത് ഉയർന്ന ജ്ഞാനമാണ്. പറയുന്നുണ്ട്, രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായ ജ്ഞാനമാണ് നിനക്ക് ഉപദേശിച്ചു തരുന്നതെന്ന് പലവട്ടം പറയുന്നത്. അപ്പൊ ഈ ഉയർന്ന ജ്ഞാനം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ, അത് ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, ആലസ്യം ഉള്ളിൽ നിന്ന് പോകണം. അലസനായിട്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ഉള്ളിലേക്ക് കയറില്ല, ശരിയല്ല? പിന്നെ 2, ദുഃഖം ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യണം. ഇത് രണ്ടും നീക്കം ചെയ്യുമ്പോഴാണ്, ഇത് എപ്പോഴാണ് നീക്കം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളിൽ ആ എനർജി വർദ്ധിക്കുമ്പോൾ. അപ്പൊ ആദ്യം അർജുനന്റെ ഉള്ളില് എനർജി കൂട്ടണം, അല്ലെ? വീര്യത്തെ വർദ്ധിപ്പിക്കണം. അതാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോ വളരെ ദുഃഖം നിറഞ്ഞ അല്ലെങ്കിൽ അലസത നിറഞ്ഞ മനസ്സിന് സത്യം ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. അതിനെ തുടർന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തില് പറയുന്നു. ചൊല്ലിക്കോളൂ. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കസ്മലമിദൗ വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. അത് ചൊല്ലിക്കോളൂ. ക്ലൈബമാസ്മഗമപാർത്ത നൈത്രത്വയ്യുപപദ്യതേ
രുദ്രം ഹൃദയ ദൗർബല്യൻ ത്യക്തോത്തിഷ്ഠ പരന്തപ. അടുത്ത 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അർജുനനെ ഒന്ന് ഉയർത്താനുള്ള ശ്രമമാണ്. കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യ അകീർത്തികരം അർജുന. അർജുനോട് ചോദിക്കുകയാണ്, അല്ലയോ അർജുന, അനാര്യജുഷ്ടം, അനാര്യൻ എന്ന് പറഞ്ഞാൽ ആര്യന്മാരല്ലാത്തവർക്ക്, അനാര്യൻ അസജ്ജനങ്ങള്, സജ്ജനങ്ങളല്ലാത്തവർ. അപ്പൊ സജ്ജനങ്ങളല്ലാത്തവർക്ക് മാത്രം വർത്തിക്കുന്നതും എന്നാണ് അനാര്യജുഷ്ടം. അവര് ചെയ്യേണ്ടത് അകീർത്തികരം. അകീർത്തികരമാണ് കീർത്തിയെ ഇല്ലാതാക്കുന്നത്, പേരുദോഷത്തെ ഉണ്ടാക്കുന്നത്. അസ്വർഗ്യം എന്ന് പറഞ്ഞാൽ സ്വർഗീയ സുഖത്തെ നശിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, പരലോക സുഖത്തെ നശിപ്പിക്കുന്നതുമായ വിഷമേ, ഈ വിഷമാവസ്ഥയിലെ ഇതം കശ്മലം, കശ്മലം എന്ന് പറഞ്ഞാൽ മോഹം, ഈ മോഹം നിന്നെ കുതസമോപ്സ, എവിടെ നിന്നാ പിടികൂടിയത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കതാണ്, അല്ലയോ അർജുന, അസജ്ജനങ്ങൾ മാത്രം അനുവർത്തിക്കുന്ന, അവര് മാത്രം ചെയ്യുന്ന, പേരുദോഷം ഉണ്ടാക്കുന്ന, പരലോക സുഖത്തെ നശിപ്പിക്കുന്ന ഈ വിഷമാവസ്ഥയിൽ ഈ ഒരു മോഹം നിന്നെ എവിടെ നിന്ന് പിടികൂടി എന്ന് ചോദിക്കുകയാണ് അർജുനനോട്. അല്ലെ, നമ്മൾ ചിലപ്പോ ഇങ്ങനെ പറയാറില്ലേ, ആളുകൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നമ്മളിങ്ങനെ ഈ രീതിയിൽ അവര് പറയാറുണ്ട്, എന്തിനാ അവരൊന്ന് ഉയർത്താൻ വേണ്ടിയിട്ട്. അല്ലെ, നിനക്ക് എവിടുന്ന് കിട്ടി ഇത്തരം കാര്യങ്ങളൊക്കെയാ, എങ്ങനെ നീ ഇതൊക്കെ ആലോചിക്കണ ഈ രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട് അവരോട്. അല്ലെ, ചോദിക്കാറില്ലേ, നിനക്ക് വേറെ പണിയില്ല, ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണോ ഒക്കെ നമ്മൾ ചോദിച്ചിട്ട് അവര് ഉയർത്താൻ ശ്രമിക്കാറുണ്ട്. ഇവിടെയും അർജുനോട് അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ എന്ന് പറഞ്ഞാൽ തന്നെ അർജുനന്റെ ആ വാക്ക്, ആ ശബ്ദം, അത് പ്യൂരിറ്റിയാണ്, പരിശുദ്ധിയുടെ പര്യായമാണ് എന്നാണ് പറയുന്നത്, അർജുനൻ. അപ്പൊ ഇവിടെ അർജുനൻ എന്ന് വിളിക്കാൻ തന്നെ കാരണം അർജുനൻ ദൈവീ സമ്പന്നനാണ് നേരത്തെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അർജുനൻ പരിശുദ്ധനാണ്. അപ്പൊ പരിശുദ്ധമായ ദൈവീ സമ്പന്നനാണ് അർജുനൻ. എന്നിട്ട് നിനക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവീ സമ്പന്നനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഭ്രമം ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെ, ഇങ്ങനെ ഒരു മോഹം വരാൻ ന്യായമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. വിഷമേ ഇതം കശ്മലം. അപ്പൊ അർജുനന് വന്നിരിക്കുന്ന ഈ ഒരു ഭ്രമം അല്ലെങ്കിൽ ഈ ഒരു മോഹം എന്ന് പറയുന്നത് മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിന് എന്തുകൊണ്ട് ഇവിടെ വിഷമം വന്നു? നേരത്തെ പലവട്ടം സൂചിപ്പിച്ചു അല്ലെ, അഹന്താമമതകളാണ്, അഹങ്കാരവും മമതയുമാണ് മനസ്സിനെ വിഷമം ഉണ്ടാക്കിയത്. അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ, പിന്നെ മമത എന്റേത്. അപ്പൊ എന്റെ ആളുകളാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള തോന്നലാണല്ലോ അർജുനന് വിഷമം ഉണ്ടാക്കിയത് യഥാർത്ഥത്തില്. അപ്പൊ ഈ അഹന്ത മമതകളാണ് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിന് ആ വിഷമം ഇല്ലാതാവാൻ, മനസ്സിന്റെ സമാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം സത്യത്തിന്റെ സ്വരൂപമാണ് എന്ന് കാണലാണ് സമാവസ്ഥ എന്ന് പറയുന്നത്. ഇല്ല, ഇവിടെ കാണുന്നത് മുഴുവൻ ഒരേ ഒരു കോൺഷ്യസ്നെസിന്റെ, അല്ലെ, ഗുജി പറഞ്ഞ എന്താണ്, പ്ലേ ആൻഡ് ഡിസ്പ്ലേ ഓഫ് വൺ കോൺഷ്യസ്നെസ് ആണ്. ഒരേ ഒരു ബോധത്തിന്റെ അല്ലെങ്കിൽ ഒരേ ഒരു സത്യത്തിന്റെ പുറമേക്കുള്ള പ്രകാശനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഈ പ്രപഞ്ചമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത് മുഴുവൻ ഒരൊറ്റ വസ്തുവാണ്, പലതായിട്ട് ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സത്യസ്വരൂപമാണ്. അത് ആ രീതിയിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് അഹന്താമമതകൾ ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ മനസ്സെല്ലാറ്റിനെയും ആ സമാവസ്ഥയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ 5-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏതൊരാളുടെയും ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? മനസ്സിന്റെ മോഹത്തിൽ കുടുങ്ങി മനസ്സിനെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാക്കുന്നത് മനസ്സിന്റെ ഈ ഒരു വിഷമാവസ്ഥയാണ്. വിഷമാവസ്ഥ എന്ന് പറഞ്ഞാൽ അഹന്താമമതകൾ. അപ്പൊ അതുകൊണ്ട് ധർമ്മം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഞാന് എന്റേത് എന്നുള്ള ഒരു വിഷമാവസ്ഥയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് പറയുന്നത്. ശരിയല്ല, അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അർജുനൻ ഇവിടെ ധർമ്മം സംരക്ഷിക്കാനായിട്ട് എത്തിയതാണ്, ധർമ്മം നടത്താനായിട്ട് എത്തിയതാണ് അർജുനൻ. പക്ഷേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്താ കാരണം? അധർമ്മപക്ഷത്ത് നിൽക്കുന്നത് ആരാ? തന്റെ സ്വന്തം ആളുകളാണ്. ഇന്ന് നമുക്ക് ചുറ്റും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് അല്ല, സ്വജനപക്ഷപാതം എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിയല്ല, ഭരിക്കുന്നവരുടെ വേണ്ടപ്പെട്ട ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ ശിക്ഷിക്കില്ല. ആ ഒരു മനോഭാവമാണ് അർജുനൻ എടുത്തിരിക്കണം. ശരിയല്ല, ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോ ആ ഒരു പേരുദോഷം കിട്ടും.
അപ്പൊ ഇവിടെ വിഷമേ എന്ന് പറഞ്ഞാൽ ആ വിഷമഘട്ടത്തില് എന്ന് മാത്രം പറഞ്ഞു പോയാൽ ശരിയാവില്ല എന്ന് പറയുന്നത്. അതാണ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. അനാര്യചുഷ്ടം അകീർത്തികരം അസ്വർഗ്യം എന്ന് പറയേണ്ട പ്രത്യേകം. അപ്പൊ മനസ്സിന്റെ ആ ഒരു വിഷമസ്ഥിതി പറഞ്ഞു, അതിൽ നിന്നുണ്ടായ ഒരു മോഹം, സത്യം എന്താണെന്ന് അറിയാത്ത അവസ്ഥ. അപ്പൊ ഇതെല്ലാം ഈ മോഹം ഇതൊക്കെ സത്യമാർഗത്തെ ഇല്ലാതാക്കും, സത്യത്തിലേക്കുള്ള മാർഗം തടസ്സപ്പെടുത്തും എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇഹപര സുഖങ്ങളെയും നശിപ്പിക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അനാര്യചുഷ്ടം എന്ന് പറഞ്ഞാൽ ആര്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാർഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നവരാണ് ആര്യന്മാര്. അവരാണ് ആര്യന്മാര്. അപ്പൊ അവരെന്താ ചെയ്യുക? അവര് മനസ്സിനെ സമനിലയിൽ എത്തിക്കും. എന്നിട്ട് മനസ്സിന്റെ ആ ഒരു വിഷമാവസ്ഥയെ നീക്കാൻ ചെയ്യാൻ നിരന്തരമായി പ്രയത്നിക്കുന്നവരാണ് ആര്യന്മാര് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തില് ഞാൻ എന്റേത് എന്നുള്ള ചിന്തകളൊക്കെ കുറച്ച്, പിന്നെ അതെല്ലാം ആരുടെയാണ്? ഈശ്വരൻ്റെത്, അല്ലെങ്കിൽ ഈശ്വരൻ, എല്ലാറ്റിനെയും ആ രീതിയിൽ കാണാൻ ശ്രമിക്കുന്നവരാണ് ആര്യന്മാര്, അല്ലെങ്കിൽ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ആര്യന്മാര്. എല്ലാം ഈശ്വരനാണ്, എല്ലാം ഈശ്വരൻ്റെതാണ് യഥാർത്ഥത്തിൽ. അതാണല്ലോ സത്യം. കാരണം അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് കോൺഷ്യസ്നെസ്, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കാണുന്നവരാണ് ആര്യന്മാര് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അർജുനൻ എന്താ പറ്റിയത്? അനാര്യചുഷ്ടമായി. കാരണം അത് ഞാൻ എന്റേത് എന്നുള്ള രീതിയിൽ കണ്ടു. അതാണ് ഇവിടെ വിഷമാവസ്ഥ ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് ഇതിൽ പറയുന്നതാണ് അനാര്യചുഷ്ടമായ ആ വിഷമമോഹം, അനാര്യന്മാർക്ക് ചേർന്ന ആ ഒരു വിഷമം അല്ലെ, ആ മോഹം സത്യമാർഗത്തെ നശിപ്പിക്കും, ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനനെ പറ്റിയത് എന്താ? ധർമ്മം സ്ഥാപിക്കാനാണ് എത്തിയത്. പക്ഷെ സ്വജനപക്ഷപാതം, സ്വന്തം ആളുകളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടപ്പോ അവരെ ശിക്ഷിക്കാൻ വയ്യ. അദ്ദേഹം പിന്തിരിഞ്ഞു പോവാണ്. അപ്പൊ ഇവിടെ ജനങ്ങളിൽ നിന്ന് അപവാദം കേൾക്കേണ്ടി വരും. അതാണ് അകീർത്തികരം എന്ന് പറയുന്നത്. അത് അർജുനന്റെ കീർത്തി മുഴുവൻ ഇല്ലാതെ, യശസ് മുഴുവൻ ഇല്ലാതെയാവും. അപ്പൊ ഈ പേരുദോഷം ഇഹലോക സുഖത്തെ ഇല്ലാതാക്കും, നശിപ്പിക്കും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല ഇവിടെ ധർമ്മമാർഗത്തിൽ നിന്ന് പുറകോട്ട് വരികയാണ് അർജുനൻ. കാരണം തെറ്റ് ചെയ്ത് സ്വന്തം ആളുകളാണ്, അപ്പൊ അവരെ ശിക്ഷിക്കാൻ വയ്യ. ശരിക്കും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം, അതാണ് ധർമ്മം. അപ്പൊ ധർമ്മമാർഗത്തിൽ നിന്ന് പുറകോട്ട് വരുമ്പോ പിന്മാറുമ്പോ എന്താ സംഭവിക്കുക? ജീവിതത്തില് ഉയർച്ച ഉണ്ടാവില്ല. ഉയർച്ചയെ തടയും, പരലോക സുഖത്തെയും നശിപ്പിക്കും. അതാണ് പര ലോകങ്ങളിലുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം. അപ്പൊ എന്ന് പറഞ്ഞാൽ മൊത്തത്തില് അർജുനനെ അധപ്പതിപ്പിക്കുന്ന ഒരു മാർഗമാണ്, ദുഃഖം നിറഞ്ഞ ഒരു മാർഗമാണ് അർജുനൻ ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് അർജുനനെ പോലെ ധീരനായ പരിശുദ്ധനായ ഒരു വ്യക്തിക്ക് ഇതൊട്ടും യോജിച്ചതല്ലല്ലോ എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് ഈ മോഹം എവിടെ നിന്നുണ്ടായി എന്നാണ് ചോദിക്കുന്നത് അർജുനോട്. അല്ല, ഇത് എവിടെ നിന്നാ നിനക്ക് കിട്ടിയത് ഈ ഒരു മോഹം? അപ്പൊ ഇതിന് ഭഗവാൻ തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ട് പറയാണ്, നീ പൗരുഷം ആലോചിച്ച് മോഹം വിട്ട് എഴുന്നേൽക്കൂ എന്നാണ് തുടർന്ന്. അതാണ് ക്ലൈപ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയുപപത്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. പാർത്ഥ, അല്ലയോ അർജുന, ക്ലൈബ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നപുംസകത്തിൻ്റെതായ ഈ ഒരു അലസ്യത, അകർമ്മണ്യത, മാസ്മഗമ എന്ന് പറഞ്ഞാൽ നീ അത് സ്വീകരിക്കുക, നീ അത് കൈക്കൊള്ളരുത് എന്ന് പറയുന്നു. ഇത് നിനക്ക് തീരെ യോജിച്ചതല്ല. പരന്തപ എന്നാണ് അർജുനെ പറയുന്നത്. എന്താണ് പരന്തപ എന്നാണ്? ശത്രുക്കളെ തപിപ്പിക്കാൻ കഴിവുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന് ഉയർത്തുകയാണ് അർജുനന്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, മനസ്സിന്റെ ഈ ഒരു ക്ഷുദ്രം, നിസ്സാരമായ ഒരു ബലഹീനതയെ നീ തെക്വ, വലിച്ചെറിയൂ, അതിനെ വിട്ടുകളയൂ. എന്നിട്ടോ ഉത്തിഷ്ഠ, തെക്തോത്തിഷ്ഠ പരന്തപ, മനസ്സിന്റെ ഈ ഒരു ഹൃദയ ദൗർബല്യത, ബലഹീനതയെ നീ നീക്കം ചെയ്ത് യുദ്ധത്തിനായിട്ട് എണീക്കൂ. അപ്പൊ ആണും പെണ്ണും അല്ലാത്ത അല്ലെ, അവർക്ക് ചോദിച്ച് ഈ അലസതയും അകർമ്മണ്യവും നീ കൈക്കൊള്ളരുത് എന്ന് പറയും. ഇത് നിനക്കൊട്ടും യോജിച്ചതല്ല. അപ്പൊ മനസ്സിന്റെ ഈ ഒരു നിസ്സാരമായ ആ ഒരു ബലഹീനതയെ നീ വലിച്ചെറിഞ്ഞ് പരന്തപനായ അർജുന അല്ലെ, നീ യുദ്ധത്തിനായിട്ട് എണീക്കൂ എന്ന് പറയാണ്. അർജുനന് ഒരു എനർജി കൊടുക്കുക. ക്ലൈപ്യം മാസ്മഗമ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അർജുനന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അർജുനൻ വളരെ അധികം തപശക്തിയുള്ള ആളാണ്. അർജുനൻ തപസ് ചെയ്തിട്ടുള്ള ആളാണ് അർജുനൻ. പിന്നെ മാത്രമല്ല യുദ്ധസാമർഥ്യമുണ്ട്. അപ്പൊ അർജുനന്റെ ഈ കഴിവ് കൊണ്ട് ദേവന്മാര് പോലും ആരാധിക്കുന്ന ആളാണ് അർജുനൻ എന്നാണ് പറയുന്നത്.
അപ്പൊ അർജുനന്റെ സ്വഭാവം തന്നെ പൗരുഷമാണ് യഥാർത്ഥത്തില്. അപ്പൊ അങ്ങനെ പൗരുഷ സ്വഭാവമുള്ള അർജുനൻ നപുംസകത്തിന്റെ അകർമ്മണ്യകത അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അത് തൽക്കാലത്തേക്ക് ഒരു ഭ്രമം മാത്രമാണ് എന്നാണ് പറയുന്നത്. തൽക്കാലത്തേക്ക് ഒരു അവസ്ഥയാണ്. അപ്പൊ മനസ്സിന്റെ വിഷമാവസ്ഥയെ കുറിച്ച് പറഞ്ഞു, അത് ഞാൻ എന്നുള്ളതും എന്റേത് എന്നുള്ളതുമാണ് മനസ്സിന്റെ വിഷമം ഉണ്ടാക്കിയത്. അപ്പൊ ആ വിഷമം ഉണ്ടാവാനുള്ള കാരണം എന്താ? സത്യം അറിയാത്ത അജ്ഞതയാണ്. സത്യം എന്താന്ന് അറിയാത്തത് കൊണ്ടുള്ള അജ്ഞതയാണ് ഈ വിഷമം ഉണ്ടാക്കാനുള്ള കാരണം. അപ്പൊ ആ വിഷമാവസ്ഥയില് തന്നിൽ വന്നു ചേരുന്ന മോഹം, അത് മനസ്സിന്റെ ബലഹീനതയാണ്. അതാണ് ഹൃദയ ദൗർബല്യം. ഉള്ളില് ബലഹീനതയാണ് എന്നാണ്, ക്ഷുദ്രമാണ്, നിസ്സാരമാണ് എന്നാണ്. അപ്പൊ എങ്ങനെ അതിനെ ജയിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം എന്താണെന്ന് ബോധിക്കണം, വസ്തുബോധം നേടണം, സത്യം എന്താണെന്നുള്ള അറിവുണ്ടാക്കണം. അപ്പൊ ആ സത്യം എന്താണെന്ന് അറിഞ്ഞ് പൗരുഷം കൊണ്ട് വേണം ആ ബലഹീനത ഇല്ലാതാക്കാൻ എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനനില് തൽക്കാലത്തേക്ക് മറഞ്ഞുപോയ ആ ഒരു പൗരുഷം, അതിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അർജുനെ പരന്തപ എന്ന് വിളിക്കുന്നത്. ശത്രുക്കളെ പോലും തപിപ്പിക്കുന്ന അർത്ഥത്തിൽ പരന്തപ എന്ന് പറയാനുള്ള കാരണം എന്താ? അപ്പൊ ഇത് ഈ വാക്കുകള് ശരിക്കും അതിന്റെ ഫലമുണ്ടായി. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ വാക്കുകള് അർജുനന്റെ ഉള്ളിൽ ആ പൗരുഷത്തെ ഉണർത്തി എന്നാണ് പറയുന്നത്. ആ പൗരുഷം ഉണർന്നോടുകൂടി അർജുനന്റെ ഉള്ളിൽ സംശയം വന്നു. നേരത്തെ തീരുമാനിച്ചിട്ടാണ് ഇരുന്നത്, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെയാണ് ഈ ആയുധം ഉപേക്ഷിച്ച്, അമ്പം വില്ലൊക്കെ ഉപേക്ഷിച്ച് തീർത്തിട്ടിലിരുന്നത്. പക്ഷെ ഭഗവാൻ ഈ ആദ്യം പറയാൻ തുടങ്ങിയപ്പോ തന്നെ അർജുനന്റെ ഉള്ളിൽ മാറ്റം വരാൻ തുടങ്ങി. അപ്പൊ നേരത്തെ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചല്ലോ, ഇപ്പോ ആ നിശ്ചയം മാറി അർജുനന് സംശയമായി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ആ സംശയം ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ഈ മാർഗനിർദ്ദേശം തേടുകയാണ് അർജുനൻ വരുന്ന ശ്ലോകങ്ങളില്. അപ്പൊ തന്റെ സംശയമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. നേരത്തെ ഞാൻ യുദ്ധം ചെയ്യില്ല തീർത്ത് പറഞ്ഞിട്ട് ഇരുന്ന ആളാ. പക്ഷെ ഭഗവാൻ കൗൺസിലിംഗ് തുടങ്ങിയ ഉടനെ തന്നെ അർജുന്റെ ഉള്ളിൽ ആ തീരുമാനം മാറാൻ തുടങ്ങി. ആ തീരുമാനത്തിന്റെ ഉറപ്പില്ലാതാവാൻ തുടങ്ങി. എന്നിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്, തന്റെ ആ സംശയം ഭഗവാനോട് ഉണർത്തിച്ച് ഇനി എന്നെ മാർഗനിർദ്ദേശം ചെയ്ത് എന്നെ ഉയർത്തണം എന്നാണ് തുടർന്ന് അർജുനൻ പറയാൻ പോകുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. ഇനിയുള്ള കാര്യങ്ങള് നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്. അപ്പൊ എല്ലാവരും സാധനയൊക്കെ ചെയ്യുന്നില്ലേ? സാധനയൊക്കെ റെഗുലറായിട്ട് ചെയ്യണം. എന്നിട്ട് വേണം ആ ഒരു എന്താണ്, അങ്ങനെ ഒരു മനസ്സോടുകൂടി വേണം ഇത് കേൾക്കാനായിട്ടിരിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇരുന്ന് പലതും നമ്മൾക്ക് കിട്ടും. യെസ്, കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, നട്ടെല്ല് നിവർന്നിരിക്കും. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പ്രതികിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഉള്ളിൽ ആഴത്തിൽ അനുഭവപ്പെടുന്ന ശാന്തത, നിശ്ചലത, അതിൽ വിശ്രമിക്കും. Be with the stillness deep inside. Om Sam Samidhyuvase Vrishan Agne Vishwanarya Ilaspade Samidhyase Sanova Sunyabhara Sanghachadvam Samvadadvam Sambho Manapsi Janata Deva Bhagam Yatha Purve Sanjanana Upasate Samano Mandra Samidhi Samani Samanam Manassaha Chittamesha Samanam Mandram Abhimantrayeva Samanena Vohavisha Juhomi Samaniva Agudi Samana Hridayani Vaha Samanamastu Vo Mano Yatha Vasu Sakasati.
നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ